വികസനല്ലേ? പുത്തമ്പല ദിലീപ് ഒരു പരാതി തന്നിട്ടുണ്ട്, പന്നിയോടി വെക്കാൻ. ഗ്രാമമായ പുൽപ്പള്ളിയിൽ കൃഷി ജനങ്ങളുടെ ജീവനാഡിയാണ്. മണ്ണിൽ വിയർത്ത് പണിയെടുത്ത് അന്നം കണ്ടെത്തിയ മനുഷ്യരുടെ കഥകളാണ് ഇവിടുത്തെ ഓരോ മൺതരിക്കും പുൽനാമ്പുകൾക്കും പറയാനുണ്ടാവുക. പക്ഷേ ഈ മനോഹരമായ കൃഷിയിടത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ചില അതിഥികൾ പലപ്പോഴും വന്നെത്താറുണ്ട്. കാട്ടുപന്നികൾ വിളകൾ നശിപ്പിക്കുകയും കർഷകരുടെ സ്വപ്നങ്ങൾ തകർക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ നേരിടാൻ ഒരാൾ മുന്നിട്ടിറങ്ങുന്നു. ഷൂട്ടർ കുര്യാക്കോസ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പുൽപ്പള്ളിയിലെ കർഷകർ കാട്ടുപന്നികളുടെ ശല്യത്താൽ വലയുകയാണ്. രാത്രി മുഴുവൻ കാവൽ നിന്നിട്ടും ദിവസവും വിളകൾ നശിപ്പിക്കുന്നത് തടയാൻ കഴിയാതെ കർഷകർ നിസ്സഹായരാകുന്ന കാഴ്ച. ഇവിടുന്ന് ഇപ്പോൾ പുറത്തേക്ക് നമുക്ക് ഇവിടുന്ന് റോഡിലേക്ക് ഇപ്പോൾ 300 മീറ്റർ ദൂരമുണ്ട്. ആ 300 മീറ്റർ പോകണമെങ്കിൽ ആരെങ്കിലും കൂടുതൽ പോകണം. പിള്ളേരെ കൊണ്ടുപോകാനും മോളെ കൊണ്ടുപോകാനൊക്കെ. എപ്പോഴാണ് തട്ടി വീഴുകയെന്നുള്ള അറിയില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ കൊടി കെട്ടി പിടിക്കുക, കുടിച്ചോട്ടിൽ വന്നു, ഭയങ്കര വന്നെയാണ്. അതിവിടെ കഴിഞ്ഞ ദിവസം കൊന്നില്ലേ, ഈ കൊന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെയൊക്കെ ശല്യമൊക്കെ ചെയ്യപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ? അവിടെ ഒരു നിവൃത്തിയില്ല. അതെ, നിങ്ങൾ എന്തോ അവിടെ റബ്ബറേലൊക്കെ നോക്കിയോ, റബ്ബറേൽ കംപ്ലീറ്റ് ഉരച്ചിട്ട് ആ തോര് പൊട്ടിച്ച് കളയുക. അത് മാനുണ്ട്, മാൻ വന്ന് കുത്തി പൊളിക്കുക, പിന്നെ ഇത് കളയുക. അങ്ങനെ മൊത്തം തേങ്ങയില്ല, മരമാണ് മൊത്തം കൃഷി നശിപ്പിക്കുക എല്ലാം. അപ്പോൾ ഈ മരത്തിന് മുകളിലുള്ള കൃഷി എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതും കിട്ടാതെ താഴെ ഇപ്പോൾ എന്ത് കൃഷിയാണ്? ഇപ്പോൾ ഇതുണ്ട് പറമ്പൊക്കെ പറഞ്ഞ് കാലിയൊക്കെ എടുക്കുക, ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ പിടിച്ചാൽ ഓടി എത്തുമല്ലോ. കണ്ട് ഇവിടെ ചിലപ്പോൾ പാലൊക്കെ ഇവിടെ കടന്നുറങ്ങുന്നുണ്ടാവും. ഇത് ചെന്ന് നമ്മൾ മുട്ടിക്കഴിയുമ്പോഴാണ് നമ്മളറിയുക. അവിടെയല്ല നമ്മൾ കുടുങ്ങി പോണേ. ചിലപ്പോൾ ഓരോ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു 10-30 എണ്ണം ഒന്നിച്ച് കിടക്കുക. അപ്പോൾ അതിനോട് ഒന്നിങ്ങനെ താഴത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ ചോദിച്ചു, ബേച്ചറി ഇങ്ങനെ സംഗതിയുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടാ, ഒരു പശുവിനെ മറന്നു നിന്നു, എല്ലാം കൂടെ ചാടി ഓടി ചേട്ടൻ. ഒരു രക്ഷയില്ല. ഇതിപ്പോൾ എങ്ങനെ നടക്കുന്നു? എങ്ങനെ നമ്മൾക്ക് വൈകുന്നേരം വരെ ജീവിച്ച് കിട്ടിയ ഭാഗ്യം. വിളകൾക്ക് നേരെ മാത്രമല്ല കർഷകർക്ക് നേരെയും പാഞ്ഞടുക്കുകയാണ് പലപ്പോഴും ഈ കാട്ടുപന്നികൾ. ജീവന് വരെ ഭീഷണിയാകുന്ന ആക്രമണം. കഴിഞ്ഞ വർഷം സ്വന്തം തോട്ടത്തിൽ നിന്നും പാഞ്ഞെത്തിയ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കുഞ്ഞിരാമന്റെ ജീവൻ രക്ഷപ്പെട്ടത്. അത് പറമ്പിൽ എന്തോ ഒരു ചെറിയ സൗണ്ട് പോലെ തോന്നിയപ്പോൾ എന്താണെന്ന് നോക്കാൻ വിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാരാ. ഉച്ചക്കൊരു 11 മണിയോട് കഴിഞ്ഞ് 11:15 അപ്പം പറമ്പിൽ അത്യാവശ്യം കാപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് ചുറ്റുപാടും ശരിക്കും ശ്രദ്ധിച്ചില്ല. പിന്നെ പന്നി ഉണ്ടാവുന്ന ധാരണയൊന്നുമില്ല. ചെന്നപ്പം ഒരു പന്നി ഓടി വന്ന് എന്നെ തട്ടി മറിച്ച് ഇട്ട് ഓടിപ്പോയി തിരിച്ച് ഈ പുറത്തെ കൂടെ ഇറങ്ങി വന്നത്. അപ്പോൾ വൈഫോടെന്ന് പറയുന്നുണ്ട് ഒരു പന്നി ഇതിലേ ഓടി വരുന്നത്. അതിനുമ്പ് എന്നെ തട്ടി മറിച്ച് വരും പുള്ളിക്കാറ്റ് അറിയുന്നേ ഇല്ല. ഞാൻ അതിനുമ്പ് മറിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് തന്നെ ഏറ്റു വന്നത്. ആരും ഉണ്ടായിരുന്നില്ല, വേറെ വൈഫ് മാത്രം ഉണ്ടാവില്ല. വൈഫ് അറിഞ്ഞില്ല. ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് എന്നെ തട്ടിമറിച്ചാണ്. പോയി വിരല് ഫ്രാക്ചറായി, ഒരു കഷ്ണം ബോൺ തെറിച്ചു പോയി. എന്നിട്ട് ബാക്കി കൊണ്ടുപോയിട്ട് വിനായകൽ പോയിട്ട് സർജറി ചെയ്യത്. അവിടെ ഒരു 3 ദിവസം കിടക്കേണ്ട വന്നുള്ളൂ. അത് ബാക്കി കിടന്നില്ല. പിന്നെ പോയി വന്നുകൊണ്ടിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് പോയി 1 മാസത്തിൽ കൂടുതൽ. എന്നിട്ടാണ് അത്യാവശ്യം കൈയൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. കാലും അതുമാതിരി തന്നെയായിരുന്നു, കാലിനും പെയിനായിരുന്നു.
പന്നി പകലൊന്നും കാണാറില്ലെങ്കിലും രാത്രിയൊക്കെ പന്നി വന്ന് പോകുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ പകൽ ഈ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പന്നി വന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ പന്നി ഉണ്ടാകുന്നൊരു ധാരണ ഞങ്ങൾക്കില്ല. അതിനൊന്നും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഇപ്പം പന്നിയുണ്ട്. ഇപ്പം പന്നി മിക്ക ദിവസങ്ങളിലും വരാറുണ്ട്. പന്നി വരാറുണ്ട്. കുര്യാച്ചൻ ഇടയ്ക്കിടയ്ക്ക് വന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷെ കണ്ടു കിട്ടാറില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിയിലൊക്കെ അണങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എല്ലാ സമയത്തും അറിയാൻ സാധിക്കുന്നില്ല. ചെളിയൊക്കെ ആണെങ്കിലും കാണാൻ പറ്റുന്നില്ല. അടുത്തോടെ വന്നാലും മിറ്റത്തിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പിന്നെ രാത്രിയൊക്കെ വന്ന് ഈ ചേമ്പും ചേനയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൊത്തി തിന്നച്ച് പോകുന്ന കാണാം. രാവിലെയാണ് നമ്മൾ അറിയുക. ഈ പ്രതിസന്ധികളിലെല്ലാം കർഷകർക്ക് പ്രതീക്ഷയായി എത്തുന്ന രക്ഷകനാണ് ഷൂട്ടർ കുര്യാക്കോസ്. വർഷങ്ങളായി കാട്ടുപന്നികളെ നേരിടുന്നതിൽ പരിചയസമ്പന്നനായ ഒരു വേട്ടക്കാരൻ. ആരും വന്നില്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ അവിടെ പോകും. പ്രത്യേകിച്ച് എൻ്റെ കൂട്ടത്തിൽ അന്ന് ഓഫ് റോഡേഴ്സിൻ്റെ ഗ്രേറ്റർ മുതലായ ആൾക്കാരുണ്ടാവും. അവരെയും കൂട്ടിയാണ് ഞാൻ സാധാരണ പോകാറുള്ളത്. പോയി കണ്ട് വെടിവെക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വെടിവെച്ച് അത് ഫോറസ്റ്റുകാരെ അറിയിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭമല്ല, അതിനേക്കാൾ ഉപരി കർഷകരെ ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റുള്ളൊരു ലാഭേച്ഛയുമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിലാണെങ്കിൽ 7 പേരാണ് ഷൂട്ടർ പാനലിലുള്ളത്. ഇപ്പോൾ 2 പേരെ കൂടി എടുത്തിട്ടുണ്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ 9 പേരും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് കഴിയുന്നത്ര കർഷകർക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത്. അറിയിപ്പ് കിട്ടിയാലും ഓടി അങ്ങ് ചെന്ന് ഉടനെ വെടിവെച്ചുകൊണ്ട് വരാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഈ പന്നികളുള്ളത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നിലത്ത് നിന്ന് വെടിവെക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓഫ് റോഡേഴ്സിൻ്റെ സഹായം. അവരുടെ വാഹനത്തിലാണെങ്കിൽ പോകുന്നതെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് വെടിവെക്കുമ്പോൾ വളരെ സൗകര്യമായിട്ട് നമുക്ക് വെടിവെക്കാൻ കഴിയും. മറ്റൊന്ന്, അതിൻ്റെ പ്രത്യാക്രമണം നമുക്കുണ്ടാവില്ല. തന്നെയുമല്ല, ഒരുപക്ഷെ ഇത് വെടി കൊണ്ടുകൊണ്ട് എല്ലാ പന്നിയും കൃത്യമായിട്ട് വീണുകൊള്ളുന്ന നിർബന്ധമില്ല. അത് വെടി കൊണ്ട് ഓടിപ്പോവും. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ് എവിടെയും പോയി അത് ചത്തു കിടക്കുകയുള്ളൂ. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കർഷകരെ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കുന്നിലും ഈ വണ്ടി കൊണ്ട് പോയി നിൽക്കണം. വണ്ടി കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വണ്ടിയിലിരുന്ന് വെടിവെക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യാക്രമണം നമുക്കുണ്ടാകാതിരിക്കാനുമാണ് വണ്ടി ഇതുപോലുള്ള കുന്നിൻ മലകളിലോട്ടൊക്കെ കയറ്റിക്കൊണ്ട് പോയി വണ്ടിയിലിരുന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുന്നത്. പ്രദേശത്തേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് മാന്, കടുവ, പിന്നെ കാട്ടുപന്നി ശല്യം ഏറ്റവും രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത്. അതുപോലെ തന്നെ മലയണ്ണാൻ, മയിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഗുജറാത്തിൽ ഗീർവനങ്ങളിൽ ഉള്ള സിംഹത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരുവിധം എല്ലാ വന്യജീവികളും നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൃഷി വളരെ കൃഷി ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. രൂക്ഷമായ നമുക്ക് കുടിവെള്ള ക്ഷാമവും അതുപോലെ തന്നെ വരൾച്ചയും പിന്നെ അതുപോലെ തന്നെ രോഗബാധയും വിലയിടവും എല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ നമുക്ക് വന്യമൃഗശല്യം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശം ആകെ ആളുകൾ ഒരു കാരണവശാലും കൃഷിയിലേക്ക് ഇറങ്ങാത്തൊരു രീതിയിലേക്ക് നമ്മുടെ മേഖല മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരും തന്നെ ഈ കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പല വീടുകളും പല പ്രദേശങ്ങളും പല
തോട്ടങ്ങളൊക്കെ ഇപ്പോൾ ശൂന്യമായി, ആരും ഒരു കൃഷിയൊന്നും ചെയ്യാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ആളുകൾ, ഇവിടുത്തെ യുവജനതയൊക്കെ കൃഷി ഒരു ജീവിതമാർഗം എന്നതിനെക്കുള്ള ഒരു വളരെ ആത്മാർത്ഥതയോട് കൂടി കൃഷി ഒരു പാഷനായി കൊണ്ട് നടന്നിരുന്ന ഒരു ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പലർക്കും അത് അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വീടിന് മുറ്റത്ത് നട്ടിരിക്കുന്ന ഒരു ചെടി പോലും അല്ലെങ്കിൽ ഒരു കപ്പ പോലും നാണ്യവിളകളോ എന്തുമാകട്ടെ കാട്ടുപന്നി വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും പുൽപ്പള്ളി പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് കുറച്ച് കാട്ടുപന്നികളെയൊക്കെ വെടിവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ പറമ്പിൽ ഞാൻ പോകുമ്പോൾ ഉച്ച സമയത്ത് വരെ വളരെ വലിയൊരു കാട്ടുപന്നി ഒറ്റയാനെ എനിക്ക് കാണേണ്ടി വന്നു. അപ്പോൾ ചിലപ്പോൾ അത് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ അതിന് പെട്ടെന്ന് വരുന്നതുകൊണ്ട് കരയിലൂടെ വരുന്നത് ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ മുൻകൂട്ടി അറിയുകയും എനിക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ കഴിയുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഫാമിൽ എങ്ങനെയാണ് കോഴി വളർത്തുന്നത് അതിനേക്കാൾ കൂടുതൽ മയിലുകളാണ് ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് വളരെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത് വയനാടിൻ്റെ മാത്രമോ അല്ലെങ്കിൽ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇടുക്കിയിൽ മാത്രമോ ഉള്ളൊരു പ്രശ്നം മാത്രമായിട്ട് പലരും കാണുന്നുണ്ട്. അങ്ങനെയല്ല, അടുത്ത ഭാവിയിൽ തന്നെ ഇത് കേരളത്തിലെ ഈ 14 ജില്ലകളിലും ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തന്നെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇതിനു വേണ്ടുന്ന ശക്തമായ നടപടികൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുര്യാക്കോസ് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിനു പിന്തുണയുമായി പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്ന യുവാക്കളുടെ സംഘവും നാട്ടുകാരും പഞ്ചായത്തുമുണ്ട്. ഈ ഒത്തൊരുമയാണ് കുര്യാക്കോസിൻ്റെ പോരാട്ട ശക്തി. ഞങ്ങൾ പുൽപ്പള്ളി ഓഫ് റോഡ് ക്ലബ്ബ് എന്ന 28 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞങ്ങൾ പല മേഖലകളിൽ ഇവിടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ക്ലബിൻ്റെ നാടിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗശല്യത്തിൽ കർഷകരെ സഹായിക്കുക. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം പഞ്ചായത്തിൽ നിന്ന് അനുമതി കൊടുത്താക്കുന്ന കുര്യാക്കോസ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് എപ്പോൾ ആവശ്യം വന്നാലും ഞങ്ങൾ അവരോട് സഹായിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ വരാറുണ്ട്. പക്ഷേ ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷേ അതിനുവേണ്ടി നമ്മുടെ നാടിനെ ഈ വന്യമൃഗശല്യത്തിൽ, അതായത് കാട്ടുപന്നിയുള്ള കൃഷി നശിപ്പിക്കുന്ന ഇതിൽ നിന്നുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ഏത് സമയവും ഞങ്ങൾ സജ്ജരാണ്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. കർഷകർ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഇവരോടൊരു ഷൂട്ടേഴ്സ് പാനൽ രൂപീകരിച്ചുകൊണ്ട് ശ്രീ കുര്യാക്കോസ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ആ പാനൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്ന സംഘടന, ചെറുപ്പക്കാരുടെ ഒരു സംഘടന, നമുക്കറിയാം ദുരിതബാധിത പ്രദേശങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള അവർ കൂടി ചേർന്നുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് കർഷകരുടെ പ്രശ്നം പൂർണ്ണമായും പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം, പ്രാഥമികമായ കടമ നിറവേറ്റിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന് ഷൂട്ടേഴ്സ് പാനലിൽ ഇപ്പോൾ പുതിയതായി 2 ആളുകൾ കൂടി അപേക്ഷ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 9 അംഗ പാനലായി അത് വിപുലീകരിക്കുകയാണ്. ഓഫ് റോഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ദൗത്യം പൂർണ്ണമാക്കുമ്പോൾ പുൽപ്പള്ളി പ്രദേശത്തു നിന്ന് കാട്ടുപന്നി ശല്യം, രൂക്ഷമായ ഈ ശല്യം പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. ഈ പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി, പനമരം പഞ്ചായത്തുകളിലാണ് നമ്മുടെ ഈ ചെതലത്ത് റേഞ്ച് വരുന്നത്. ഇതിൽ പുൽപ്പള്ളി മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകളിലൊന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വന്യജീവികൾ കൃഷിഭൂമികളിൽ ഇറങ്ങുന്നത്, ഒന്നാമത് വയനാട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കാടും നാടും ഇടകലർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പുൽപ്പള്ളിയിൽ കാടും നാടും ഇടകലർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ വന്യജീവികൾ കാട്ടിൽ നിന്നും കൃഷിഭൂമികളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൃഷിഭൂമിയിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ, അല്ലെങ്കിൽ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പഞ്ചായത്ത് പന്നികളെ ചില മാർഗങ്ങളിലൂടെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ കുരുക്ക് കെണികൾ ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല,
അതുപോലെ തന്നെ വിഷം വെച്ച് കൊല്ലാൻ പാടില്ല. എന്നാൽ ഈ 2 കിലോമീറ്റർ പരിധി കഴിഞ്ഞാൽ ഈ നിബന്ധനകളൊന്നും ബാധകമല്ല. എംപാനൽഡ് ഷൂട്ടർമാരായി ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നികളെ കൃഷി നശിപ്പിക്കുന്ന സമയത്ത് കൊല്ലാവുന്നതാണ്. ഇങ്ങനെ കൊല്ലുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം സംസ്കരിക്കണം എന്നാണ് പറയുന്നത്. അതനുസരിച്ച് പഞ്ചായത്ത് ഇത്തരം കാട്ടുപന്നികളുടെ ജഡം സംസ്കരിക്കേണ്ടതാണ്. ആയത് അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ വനംവകുപ്പിനെ അറിയിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ, പുൽപ്പള്ളി മേഖലയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള ഒരു മേഖലയാണ്. ഈ ഭാഗത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളെല്ലാം നമ്മൾ അവലംബിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഹാങ്ങിങ് ഫെൻസിങ് എല്ലാ ഭാഗങ്ങളിലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പല ഭാഗങ്ങളിലും നിർമ്മാണം നടത്തുവാനുണ്ട്. അതിൻ്റെയും പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങാതെ കുര്യാക്കോസ് കൃഷിയിടങ്ങൾ കാക്കുന്നു. ഒരു പന്നിയെ വെടിവെച്ച് നിർത്തുമ്പോൾ ഒരു കർഷകന്റെ ജീവിതമാണ് കുര്യാക്കോസ് രക്ഷിക്കുന്നത്. കുര്യാക്കോസിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. കാട്ടുപന്നികളുടെ എണ്ണം കൂടുന്നതും നിയമപരമായ പരിമിതികളും ഇനിയും വെല്ലുവിളികളാണ്. ഷൂട്ടർ കുര്യാക്കോസ് ഒരു വ്യക്തിയല്ല, ഒരു പ്രതീക്ഷയാണ്. പുൽപ്പള്ളിയിലെ കർഷകർക്ക് അവരുടെ വിളകൾ സംരക്ഷിക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു കാവൽക്കാരൻ. ഈ പോരാട്ടം തുടരുകയാണ് കർഷകന്റെ കയ്യിലെ വിത്തിനും മണ്ണിനും വേണ്ടി.